അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വ ആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ന് ബിദ്അകൾ ഇസ്ലാമിന് വരുത്തിയ പരിക്കുകൾ, പ്രധാനമായും ബിദ്അകൾക്ക് സംഭവിച്ചിട്ടുള്ള യഥാർത്ഥ തകരാറ് എന്താണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നാം അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർക്ക് സംഭവിച്ച തകരാറ് ആദ്യം ഒരു 4 പോയിന്റ് നിങ്ങൾ ഓർമ്മപ്പെടുത്താം. ഒന്നാമത്തത്, അള്ളാഹുവിലുള്ള വിശ്വാസം അവർ വികൃതമാക്കി. അള്ളാഹുവിന് കൈയുണ്ട്, കാലുണ്ട്, ഭാഗങ്ങളുണ്ട്, ആകാശത്തിലാണ് എന്നിങ്ങനെ പറഞ്ഞു. അതോടൊപ്പം അവന് കൈയില്ല, അവന് കാലില്ല, അവന് ഭാഗങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസമായ അള്ളാഹു എന്നുള്ള ആ വിശ്വാസം, അള്ളാഹുവിലുള്ള ആ വിശ്വാസം വികൃതമാക്കിയവർ. ഇനി രണ്ടാമത്തെ പോയിന്റ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള അമ്പിയാക്കളെ മുഴുവനും അവർ നിസാരമായി ചിത്രീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു, അവിടുന്ന് ദോഷം ചെയ്യുന്നയാളാണെന്ന് പറഞ്ഞു. അമ്പിയാക്കന്മാരുടെ ശരീരം മണ്ണിൽ കിടന്ന് ജീർണിക്കുമെന്ന് പറഞ്ഞു. ഈ രൂപത്തിൽ അമ്പിയാക്കന്മാരെ എല്ലാം നിസാരവൽക്കരിച്ചു അവര്. രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച അവിടുത്തെ ഔലിയാക്കളുണ്ട്, മഹാന്മാരായ ആളുകൾ. അവരെയൊക്കെ കൊച്ചായി കാണിച്ചു. അങ്ങനെ ഒരു വിഭാഗം പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെ പറ്റേ കൊച്ചാക്കി കാണിക്കാൻ നിസ്സാരമാക്കി ചിത്രീകരിച്ചു ഇവർ. ഇനി നാലാമത്തെ പോയിന്റ്, ലോക മുസ്ലിമീങ്ങളെ മുഴുവനും കാഫിറുകളും മുശ്രിക്കുകളുമാക്കി. അവരുടെ സമ്പത്ത് കൊള്ളയടിക്കണമെന്ന് പറഞ്ഞു, അവരെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞു. ഈ 4 തകരാറുകളിൽ നിന്നാണ് ബാക്കിയുള്ളത് മുഴുവൻ നാം മനസ്സിലാക്കാൻ. ഇതാണ് അവരുടെ അടിസ്ഥാനപരമായ തകരാർ. ഈ 4 കാര്യങ്ങളും ചെയ്തവരാണ് ബിദ്അകളായ ആളുകൾ. ഓരോന്നും നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ആദ്യം നാം പറഞ്ഞു അള്ളാഹുവിലുള്ള വിശ്വാസം വികൃതമാക്കിയെന്ന്. നമുക്കറിയാം, വിശുദ്ധ ഇസ്ലാമിൻ്റെ ഈമാൻ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ത്? അള്ളാഹുവിലുള്ള വിശ്വാസം. അതാണ് ഒന്നാമത്തെ ഈമാൻ കാര്യം. ആ അള്ളാഹുവിലുള്ള വിശ്വാസം തന്നെ ഇവർ വികൃതമാക്കി ചിത്രീകരിച്ചു. എങ്ങനെയാണ് അവർ വികൃതമാക്കുന്നത്? ഖുർആനിലെ ചില ആയത്തുകളുണ്ട്. സൂറത്തു ആലിമ്രാനിൽ കാണാം 7-ാമത്തെ ആയത്ത്, ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാതും മുഹ്കമാത് ഹുന്ന ഉമ്മുൽ കിതാബി വ ഉഖറു മുതശാബിഹാത് എന്ന് തുടങ്ങുന്ന 7-ാമത്തെ ആയത്ത്. അതിൽ പറയുന്നുണ്ട്, ഖുർആനിൽ മുതശാബിഹായ ചില ആയത്തുകൾ, അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കാത്ത ചില ആയത്തുകൾ, അതിനാണ് മുതശാബിഹായ ആയത്ത് എന്ന് പറയാം. അത്തരം മുതശാബിഹായ ആയത്തുകൾ വരുമ്പോൾ അഹ്ലുസുന്നയുടെ നിലപാടനുസരിച്ച് അവിടെ 2 മദ്ഹബുകളുണ്ട്. രണ്ടും സ്വീകരിക്കാം. ഒന്നാമത്തത് മദ്ഹബു തഫ്വീൽ എന്ന് പറയും, രണ്ടാമത്തത് മദ്ഹബു തഅ്വീൽ. മദ്ഹബു തഫ്വീൽ എന്ന് പറഞ്ഞാൽ അത് മുൻഗാമികൾ സലഫുകളുടെ മദ്ഹബാണ്. അഥവാ അത്തരം ആയത്തുകൾ വരുന്ന സമയത്ത് അതിനൊരർത്ഥം വെക്കുകയോ അതിനെ വ്യാഖ്യാനിക്കുകയോ ചെയ്യാതെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയും. അത്തരം ആയത്തുകൾ വരുമ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹു അഅലം ബി മുറാദിഹി എന്ന് പറയും. അഥവാ അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ അതിൻ്റെ അർത്ഥം. ഈ രൂപത്തിൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കും. ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെ മദ്ഹബാണ് മദ്ഹബു തഫ്വീൽ, സലഫുകളുടെ മദ്ഹബാണ്. എന്നാൽ മദ്ഹബു തഅ്വീൽ എന്ന് പറഞ്ഞാൽ അത്തരം ആയത്തുകൾക്ക് നേരെ അർത്ഥം വെക്കാതെ അതിന് യോജിച്ച അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുള്ള ഒരർത്ഥം വെക്കും. ഇത് ഖലഫുകളുടെ മദ്ഹബാണ്, പിൻഗാമികളായ ആളുകളുടെ മദ്ഹബ്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു, ഗസ്സാലി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ഇമാമിങ്ങളൊക്കെ ഈ മദ്ഹബു തഅ്വീൽ അനുസരിച്ച് അമൽ ചെയ്യുന്ന ആളുകളാണ്. അഥവാ നേരെ അർത്ഥം വെക്കാതെ ആ സാഹചര്യത്തോട് യോജിച്ച രൂപത്തിലുള്ള ഒരു അർത്ഥം വെക്കും.
ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ അർ റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന് പറയുന്ന ആയത്ത് കാണാം നമുക്ക്. അവിടെ ഇസ്തവ എന്നുള്ളതിന് നേരെ അർത്ഥം ഇരുന്നു എന്നാണ്. അള്ളാഹു അർശിൻ്റെ മേൽ ഇരുന്നു എന്നുള്ള അർത്ഥമാണ് നേരെയുള്ള അർത്ഥം. അത് വെക്കാതെ ആ ഇസ്തവക്ക് ഇസ്തൗല, അവൻ അധികാരം സ്ഥാപിച്ചു എന്ന അർത്ഥം വെക്കുന്ന ആളുകളാണ് മദ്ഹബു തഅ്വീലിൻ്റെ ആളുകൾ. അവർ ലോഹിറായ അർത്ഥം അവിടെ ഉദ്ദേശിക്കൂല. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഖുർആനിൽ കാണാം യദുല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ കൈ എന്ന അർത്ഥം വരുന്ന ഒരായത്തിന്റെ ഭാഗമാണത്. ഇവിടെ സലഫുകളുടെ മദ്ഹബ് അനുസരിച്ച്, മദ്ഹബു തഫ്വീൽ അനുസരിച്ച് അവർ അർത്ഥം വെക്കില്ല. എന്നാൽ തഅ്വീൽ ചെയ്യുന്ന ആളുകൾ, മദ്ഹബു തഅ്വീലിന്റെ ആളുകൾ അതിന് ഖുദ്റത്ത് എന്ന അർത്ഥം വെക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ അധികാരം, ഇപ്പോൾ യദുല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്വാധീനം, അവൻ്റെ അധികാരം എന്നൊക്കെ ഒരു അർത്ഥമാണ് അതിന് കിട്ടുക. നമുക്ക് മലയാളത്തിലും അത്തരം പ്രയോഗങ്ങൾ കാണാം. ഇപ്പോൾ അമേരിക്കയുടെ കൈ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അമേരിക്കയുടെ സ്വാധീനം അതിൻ്റെ പിറകിലുണ്ട് എന്നാണ് അർത്ഥം. ആ രൂപത്തിൽ മലയാളത്തിലും നമുക്ക് അത്തരം പ്രയോഗങ്ങൾ കാണാം. അപ്പൊ ഈ രൂപത്തിലാണ് മദ്ഹബു തഅ്വീലിന്റെ ആളുകൾ അതിനെ വ്യാഖ്യാനിക്കുക. അല്ലാതെ അള്ളാഹുവിന് കൈയുണ്ട് എന്നൊരർത്ഥം വരുന്ന രൂപത്തിൽ അവിടെ ആരും അർത്ഥം വെക്കുകയില്ല. ഈ രണ്ട് രൂപത്തിലാണെങ്കിലും, ഖലഫുകളുടെ മദ്ഹബാണെങ്കിലും സലഫുകളുടെ മദ്ഹബാണെങ്കിലും, രണ്ടും അഹ്ലുസുന്നയുടെ മദ്ഹബ് തന്നെയാണ്. എന്നാൽ ഇതിൽ നിന്ന് വിപരീതമായി നേരെ അർത്ഥം വെക്കുന്ന ആളുകളാണ് ബിദഈകളായ ആളുകൾ. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം ആയത്തുകൾ കാണാം. അത്തരം ആയത്തുകളൊക്കെ എടുത്ത് അള്ളാഹുവിന് കൈയുണ്ട്, കാലുണ്ട്, ഭാഗങ്ങളുണ്ട് എന്നൊക്കെ പറയുകയും പിന്നീട് അതൊക്കെ മാറ്റി പറയുകയും ചെയ്യുന്നതാണ് ബിദഈകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ബിദഈകൾ അള്ളാഹുവിലുള്ള വിശ്വാസം വികൃതമാക്കിയതിനുള്ള ചില ഉദാഹരണങ്ങൾ പരിചയപ്പെടാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവരുടെ KNM പ്രസിദ്ധീകരിച്ച, കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച അള്ളാഹു എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അബ്ദുൽ ഹക്ക് സുല്ലമി ആമയൂരാണ് അത് എഴുതിയിട്ടുള്ളത്. അതിൽ പറയുന്നത് കാണാം, ജനങ്ങൾ ഉൾക്കൊണ്ട അക്കീദയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. രണ്ട് അക്കീദകളുണ്ട്. ഒന്ന് ശരിയായ അക്കീദ, രണ്ട് തെറ്റായ അക്കീദ. ശരിയായ അക്കീദ എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ പ്രദേശങ്ങളിൽ നിയുക്തരായ പ്രവാചകന്മാർ കൊണ്ടുവന്നിട്ടുള്ള വിശ്വാസ കാര്യങ്ങളാണവ. അവയൊക്കെ സൂക്ഷ്മജ്ഞാനിയും സർവജ്ഞനുമായ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതായതിനാൽ ഒരേ കാര്യങ്ങളായി നാം കാണുന്നു. അവ തമ്മിൽ വൈരുദ്ധ്യമോ വ്യത്യാസമോ കാണുന്നില്ല. അഥവാ ശരിയായ അക്കീദയാണോ അതിൽ വൈരുദ്ധ്യങ്ങളും വ്യത്യാസങ്ങളും കാണാൻ സാധിക്കുകയില്ല. ഇനി തെറ്റായ അക്കീദ എന്താണെന്ന് പറയുന്നുണ്ട്. മനുഷ്യ ചിന്തകളിൽ നിന്ന് രൂപം കൊണ്ട അക്കീദകളാണിവ. അതിനാൽ മനുഷ്യ മനസ്സുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് അവർ മെനഞ്ഞുണ്ടാക്കുന്ന അക്കീദകൾ പരസ്പരം വൈരുദ്ധ്യങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടാവുക തന്നെ ചെയ്യുന്നു. അപ്പോൾ തെറ്റായ അക്കീദ എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തെറ്റായ അക്കീദയുമായിരിക്കും. ഇത് അള്ളാഹു എന്ന് പറയുന്ന അവരിറക്കിയ ഒരു പുസ്തകത്തിന്റെ 10-11 പേജുകളിലുള്ള കാര്യമാണ്. അവർ പറയുന്ന ഈ ഒരു അടിസ്ഥാനം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അഥവാ ശരിയായ അക്കീദയാണോ അതിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകൂല, തെറ്റായ അക്കീദയാണോ അതിൽ വൈരുദ്ധ്യങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകും. ഇതാണ് അവർ പറഞ്ഞു വച്ചിട്ടുള്ളത്. ഈ ഒരു അടിസ്ഥാനത്തിൽ അള്ളാഹുവിലുള്ള അവർക്കുള്ള വിശ്വാസം, അത് വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്തങ്ങളായി മാറുന്ന കോലങ്ങൾ എല്ലാം നമുക്ക് ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ പരിചയപ്പെടാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.